ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കോളിഫ്ലവർ കൊണ്ട് ഒരു ഫ്രൈ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനായി ഒരു കോളിഫ്ലവർ എടുത്ത് ആവശ്യമുള്ള അത്ര പീസ് കട്ട് ചെയ്തെടുക്കുക. മാക്സിമം ചെറുതാക്കി എടുക്കുന്നതാണ് എനിക്കിഷ്ടം. പുഴുവൊന്നും ഇല്ലയെന്ന് നല്ലോണം ഉറപ്പ് വരുത്തിയിട്ട് ചെറുതായി മുറിച്ച കോളിഫ്ലവർ പീസുകൾ തിളച്ച കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇടുന്നവരുണ്ട്. ഞാൻ ഒന്നും ഇടാറില്ല. വെറും വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് 1 മിനിറ്റ് ആകുമ്പോഴത്തേന് ഊറ്റിയെടുക്കാറാണ് പതിവ്. ഒരു പ്ലേറ്റ് എടുത്ത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കടലമാവിന് പകരം കോൺഫ്ലോർ ചേർക്കാം കേട്ടോ. 1/2 കപ്പ് അരിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ആക്കുക. അതായത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാലും കോട്ടിങ് നേരെ പിടിച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന കൺസിസ്റ്റൻസി ആക്കാം. അപ്പം മുക്കി എടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ട്, ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാൻ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒരു സൈഡ് മുരിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ മസാല പൊടിഞ്ഞു പോരും. കോളിഫ്ലവർ ആൾറെഡി തിളച്ച വെള്ളത്തിലിട്ടത് കൊണ്ട് അത് ഒരു 90% വെന്തിട്ടുണ്ടായിരിക്കും. ശേഷം വേകേണ്ടത് മാവാണ്. പുറമേ പുരട്ടിയിട്ടുള്ള മാവ് അത്യാവശ്യം മുരിഞ്ഞ് വന്നാൽ തന്നെ അത് വെന്തു എന്ന് അർത്ഥമാവും. പിന്നെ കോരുന്നതിന് കുറച്ച് മുന്നേ നമുക്കിത് പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്താൽ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ചോറിനായാലും ചപ്പാത്തിക്കായാലും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.